പണ്ട് കാലത്തെ ഈ മരണപത്രങ്ങൾ, വിൽപ്പത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രയോഗമാണ് ആത്മോപകാരം വകയ്ക്കെന്ന് പറഞ്ഞിട്ട്. ഈ സ്വത്തിനകത്ത് ഒരു പങ്ക് ആത്മാവിന് ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അത് പൊതുവെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സ്വത്താണ്. അങ്ങനെയാണ് ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആത്മോപകാരം വഴിക്ക് ആളുകൾ അവർ സമ്പാദിച്ച സ്വത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കൈമാറി കിട്ടിയ സ്വത്തിൻ്റെ ഒരു പങ്ക് മാറ്റിവെച്ചതിൻ്റെ പേരിൽ ആത്മാവിന് ഉപകരിക്കണമെന്നുള്ളതാണ്. ആത്മാവിന് ഉപകരിക്കുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആത്മോപകാരം വക എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ആ കുടുംബത്തോട് ഞാൻ പറഞ്ഞത് ഇതാണ്: അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്കോ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്താനും അദ്ദേഹത്തെ പ്രതി പാവങ്ങൾ സന്തോഷത്തോടെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാൻ തക്കവണ്ണം ഈ ആരുമില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരും ഒന്നിനും കൊള്ളാത്തവരും ഒന്നുമില്ലാത്തവരും ആയിട്ടുള്ള അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അവിടെ അനശ്വരമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പാവങ്ങൾക്ക് എല്ലാ വർഷവും ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഞാനൊരു തർക്കം കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്നോട് ആ വ്യക്തി പറഞ്ഞത്, ഞങ്ങളുടെ 2 സർവൻസിനും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സർവൻസിന് നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെന്ന് പറയുന്നത് നിങ്ങൾക്കെന്തോ തിരിച്ചു കിട്ടും എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. അതിൻ്റെ പേരിൽ അവരുടെ ആത്മാർപ്പണം കൂടും, അല്ലെങ്കിൽ സ്നേഹം കൂടും, വിശ്വസ്തത കൂടും, അല്ലെങ്കിൽ അധ്വാനം കൂടും. അങ്ങനെ ഒരു കള്ളക്കണ്ണോട് കൂടിയാണ് നിങ്ങൾ അവർക്ക് കൂടുതൽ കൊടുക്കുന്നത്, ഒരു സംശയത്തില്ല. ഇനി കള്ളക്കണ്ണൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവർക്ക് കൊടുക്കുന്ന വഴിയായിട്ട് അവിടെ മാത്രമേ അതുണ്ടാകുന്നു. കാരണം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടർ, പക്ഷെ നിങ്ങളെ ചുറ്റിപ്പറ്റാതെ നിൽക്കാൻ കഴിയുന്ന ആളുകൾ ചുറ്റുപാടും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ തർക്കം എങ്ങും എത്തിയില്ല. ഈ കഥ ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞങ്ങളൊരു പൈസ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ മാറ്റി വെക്കണം, ഇത്ര ആയിരക്കണക്കിന് കോടി സ്വത്തുള്ളടത്ത്. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ളവരുടെ പൈസ ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റാറില്ല, അതുകൊണ്ട് ആ പൈസ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചിലവഴിക്കാം എന്നൊക്കെ പറഞ്ഞ് വച്ചായിരുന്നു. അത് അവിടേക്ക് അവരെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാക്കൾ തീർച്ചയായിട്ടും അവർ പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ നമ്മളിവിടെ ചെയ്യുന്ന അവരുടെ സ്വത്തും അവർ കൈമാറി തന്ന സൗകര്യങ്ങളും അനുഭവിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന നന്മ പ്രവർത്തികളാണ്. അവർക്ക് വേണ്ടി ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല, അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും മാത്രമല്ല, അവർക്ക് വേണ്ടി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കാരണം അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നതുകൊണ്ട് അവരെ പ്രതി നാം അത് ചെയ്യുമ്പോൾ ആത്മാവിന് ശാന്തി കിട്ടും. അപ്പോൾ അവർ തന്ന സമ്പത്തിന് ഐശ്വര്യം ഉണ്ടാവും. ഇതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. നമ്മുടെ പല കുടുംബങ്ങളിലും ആ ഐശ്വര്യം കെട്ടുപോകാൻ കാരണം സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം ഇല്ലാത്തതുകൊണ്ടാണ്. ജോസഫ് മേലുകാരൻ്റെ പുസ്തകത്തിൽ അവസാന ചാപ്റ്ററിൽ പറയുന്ന മാതിരി നമ്മൾ സമ്പത്ത് വാരിക്കൂട്ടുന്ന രീതിയും ശേഖരിക്കുന്ന രീതിയും അത് വിതരണം ചെയ്യുന്ന രീതിയും വിതരണം ചെയ്യുന്ന ഇടവും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വിതരണം ചെയ്യുന്ന ഇടം, സ്ഥലം, അത് അർഹതയുള്ളവർ തന്നെയായിരിക്കണം. ആ അർഹതയുടെ 4 ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, ഒന്നും ഇല്ലാത്തവരും ഒന്നും അല്ലാത്തവരും ഒന്നിനും കൊള്ളാത്തവരും ആർക്കും വേണ്ടാത്തവരും, അങ്ങനെയുള്ളവരുടെ അടുത്താണ് അവരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ. അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവകാരുണ്യമാകുന്നത്. മറ്റതെല്ലാം നമ്മുടെ ഔദാര്യമാണ്. ജീവകാരുണ്യമാകുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് ഇവരുടെ അടുത്തേക്ക് ആരോരുമില്ലാത്തവരെന്ന് പറയുന്നില്ലേ, അവിടെ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ.
അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവട്ടെ, നമ്മളിലുണ്ടാവട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വസ്ഥതയും ശാന്തിയും കിട്ടും. നമ്മെ പ്രതി നമ്മൾ മറ്റുള്ള ആത്മാക്കളെ ആശ്വസിക്കാനിടയാവും. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ആശ്വസിക്കാൻ മാത്രമുള്ളതല്ല, നമ്മെ പ്രതി മറ്റുള്ളവർ ആശ്വസിക്കാൻ ഇടയാകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത്. പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസവും ശരിയായ വിശ്വാസമല്ല, അത് കപട വിശ്വാസമാണ്. നല്ല വിശ്വാസത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.